അഭിലാഷ്, അരുൺകുമാർ ഇവിടെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പരാമർശം എന്നെ വല്ലാതെ ചിരിപ്പിച്ചു. എന്താ കാര്യം? എടാ, എനിക്കും കോമഡി സെൻസ് ഉണ്ട്. എന്താണേലും പറ. അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയായി മാറി. ദിശാബോധത്തോടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്ത കാര്യങ്ങൾ ജനങ്ങളെ ബോധിപ്പിച്ച് ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഉയരുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ സഖാവ് പിണറായി വിജയനാണ്. നാഷണൽ ആണെന്ന് കരുതണ്ട, ഇന്റർനാഷണൽ. എന്താണ് ഈ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിമാനത്താവളം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി എന്താണ് എന്താണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഇനിയിപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ നമ്മുടെ ഹെൽത്ത് ഡേറ്റ സ്പ്രിംഗ്ലർ പോലെ അമേരിക്കൻ കമ്പനിക്ക് വിറ്റത് കൊണ്ടാണോ? അന്താരാഷ്ട്ര നിലവാരത്തിൽ മസാല ബോണ്ട് വിറ്റ് കനഡിയൻ കമ്പനി CDPQന് വിറ്റത് കൊണ്ടാണോ? പിന്നെ നാണക്കെടുത്തി. ഇനി അന്താരാഷ്ട്ര കുറ്റവാളികളായിട്ടുള്ള സുഭാഷ് കപൂറിനെ പോലെയുള്ള സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റിയത് കൊണ്ടാണോ അന്താരാഷ്ട്ര മുഖ്യമന്ത്രി എന്നൊരു പുതിയ വിളിപ്പേര്? എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കും. അല്ല, നിങ്ങൾ അപ്പുറത്ത് നിന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മുഖ്യമന്ത്രി എന്ന പുതിയ പ്രയോഗമാണ്. ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഉയരുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ സഖാവ് പിണറായി വിജയനാണ്. എന്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ ചിരിച്ചിട്ടില്ല. ഇതിന് മാത്രമല്ല തമാശ ഒന്നുമല്ല, ഒരു സാധാ കാര്യമല്ല പറഞ്ഞത്. എന്നിട്ടും ജനമനസ്സിൽ തന്നെയല്ലേ കേരളത്തിലെ ബഹുമാനപ്പെട്ട എന്റെ സമയമല്ലേ, ഞാൻ താങ്കൾ പറയുമ്പോൾ ഒന്നും മിണ്ടിയില്ലല്ലോ. അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? അല്ല, ഞാൻ താങ്കളുടെ നമ്പർ ഒന്ന് അയച്ചുതരാം. നിങ്ങൾക്ക് വിജയണ്ണൻ എന്താണെന്ന് അറിയോ? വിജയണ്ണൻ എങ്ങനെയെന്ന് അറിയോ? അമേരിക്കയിലടക്കം വിദേശ രാജ്യങ്ങളിൽ കിട്ടിയ സ്വീകരണത്തിന്റെ വീഡിയോ അയ്യോ, ഞാൻ കണ്ടു നമ്മുടെ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ മുഖ്യമന്ത്രി ഒരു ഇരുമ്പ് കസേരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതും ഒരു മനുഷ്യനില്ലാതെ പാവൻ കേരളത്തിലെ മുഖ്യമന്ത്രി ഇരിക്കുന്ന ദുരന്ത ചിത്രം ഞങ്ങൾ കണ്ട ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതെല്ലാം നമ്മൾ കണ്ടതാണ്, ഓർമ്മിപ്പിക്കല്ലേ. നിങ്ങൾക്ക് പിണറായി കഷണ്ടിക്കും പണ്ടേ മരുന്നില്ലെന്ന് വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അസുഖത്തിനുള്ള മരുന്ന് ജനങ്ങൾ ആശാനെ കാര്യം പറയുമ്പോ കോണാൻ പൊക്കി കാണിച്ചിട്ട് കാര്യമില്ല. ഞാൻ സംസാരിച്ച് പൂർത്തിയാക്കട്ടെ. ഞാൻ പൂർത്തിയാക്കട്ടെ അരുണേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറയുന്നു അരുണിന്റെ ഒരു പുതിയ പ്രയോഗം ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പിണറായി വിജയന് ഒരു പുതിയ ട്രോൾ ഉണ്ടാക്കി കൊടുത്ത ഭയാണിക്കുള്ള കാരണഭൂതൻ. ഇവർ തിരുവാതിരക്കളി കളിച്ചു, പിണറായിക്ക് അത് ട്രോളായി മാറി. അങ്ങനെ ഇരട്ടച്ചണ്ടൻ അത് ട്രോളായി മാറി. എന്നാ പിന്നെ പേടിക്കണ്ട. അന്താരാഷ്ട്ര മുഖ്യമന്ത്രി ട്രോളായി മാറിയാൽ ഉത്തരവാദി അരുണായിരിക്കും ഉത്തരവാദി. എന്റെ പേര് ദിവസവും 4 പേരുടെ അടുത്ത് പറഞ്ഞ് എന്നെ നാട്ടിച്ചില്ലേ, ഉറങ്ങുകയല്ല. അന്താരാഷ്ട്ര മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ താങ്കളാണ്. അന്താരാഷ്ട്ര മുഖ്യമന്ത്രി ലോകത്തെ ഇല്ല. അതുകൊണ്ട് ട്രോൾ ഇടുന്നവരെ രാത്രി അടുക്കള ബാധ്യതക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന പോലീസാണല്ലോ കേരളത്തിലുള്ളത്. മുഖ്യമന്ത്രിക്ക് ഇതിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, വരുന്നില്ല. വരുന്ന ഈ കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ LDF സർക്കാർ തന്നെ തെരഞ്ഞെടുത്തിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ പുതിയ അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞല്ലോ മുന്നൊരുക്കം പാളി എന്നുള്ളത് കുറ്റസമ്മതം പോലെ പറഞ്ഞല്ലോ. നിനക്ക് ഉടനെ സമ്മതിച്ചു തരാൻ പ്രയാസം കാണും. അദ്ദേഹം നടത്തിയിട്ടുള്ള കുറ്റസമ്മതം അതിന്റെ ആത്മാർത്ഥത പോലും ഇവിടെ CPM-ന്റെ പ്രതിനിധിയുടെ ഭാഗത്ത് ഉണ്ടാവുന്നല്ലോ. അവന്റെ കഥകൾ കേൾക്കണം. കഥകൾ കേട്ടാൽ നിങ്ങൾ ഇതൊന്നും അല്ല. പമ്പയിലോ സന്നിധാനത്തോ അതുപോലെ തന്നെ ഏതെങ്കിലും മേഖലകളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കാൻ പറ്റിയ ഗവൺമെന്റ് സംവിധാനം ഈ കേരളത്തിലുണ്ട്. അതിനുവേണ്ടി ചിട്ടയായിട്ടുള്ള മാനേജ്മെന്റ് ഉണ്ട്. ദേവസ്വം ബോർഡും 3100 പോലീസുകാരും മറ്റനുബന്ധ ഉദ്യോഗസ്ഥന്മാരും എല്ലാം കണ്ണിൽ എണ്ണയൊഴിച്ച് രാത്രിയെ പകലാക്കി ഈ ശബരിമലയിൽ തന്നെയുണ്ട്. 41 ദിവസവും അതിനുശേഷം ശബരിമല വിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുമെല്ലാം കൃത്യമായിട്ടുള്ള മാനേജ്മെന്റിലൂടെ മുന്നോട്ട് പോകും. ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ബോർഡിലുണ്ട്. ആ ദേവസ്വം ബെഞ്ചിന്റെ സ്പെഷ്യൽ കമ്മീഷണർ ഈ ശബരിമലയിൽ തന്നെ ഉണ്ട്. ഏതെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അവരും ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരോപണങ്ങൾ എത്ര ഉന്നയിച്ചോ, എത്ര ആക്ഷേപങ്ങൾ ഉന്നയിച്ചോ, ഇന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴും കുട്ടികൾക്ക് ബിസ്ക്കറ്റ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ആ കൂടെ നിന്ന രക്ഷിതാക്കൾ പറഞ്ഞു നല്ല സൗകര്യം തന്നെയാണ്, നല്ല ഇടപെടലാണ്, നല്ല സംരക്ഷണമാണ്, നല്ല മാനേജ്മെന്റ് തന്നെയാണ് എന്നാണ് പറഞ്ഞത്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുന്നൊരുക്കങ്ങളെ കുറിച്ച് പറഞ്ഞു, ബയോ ടോയ്ലറ്റിന്റെ എണ്ണത്തെ കുറിച്ച് പറഞ്ഞു. ഈ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പത്തനംതിട്ടയിൽ അന്വേഷിച്ചിട്ടും ശബരിമലയിൽ അന്വേഷിച്ചിട്ടും
ഇന്ന് അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവരോട് ഫാക്ട് ചെക്കിംഗ് നടത്തിയതിനു ശേഷമാണ് പറയുന്നത്. ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയോ? പമ്പയിൽ ഒരൊറ്റ ബയോ ടോയ്ലറ്റ് പോലും പ്രവർത്തിക്കുന്നില്ല. അവിടെ ആളുകൾ കഷ്ടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു. മലമൂത്ര വിസർജനം ചെയ്യേണ്ട ഗതികേട്ടിലേക്ക്, തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഒരു വലിയ ഗതികേട് ഉണ്ടായിരിക്കുന്നു. ഒരു മനുഷ്യ ദുരന്തത്തിന്റെ വക്കത്താണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് ഇന്ന് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്താണ്. ശബരിമല ദർശനത്തിനായി വൻ ഭക്തജന തിരക്ക്. വെള്ളവും ഭക്ഷണവും ഇല്ലാതെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ മണിക്കൂറുകളായി ദർശനത്തിനായുള്ള കാത്തിരിപ്പിലാണ്. തിരക്ക് നിയന്ത്രിക്കാനാകാതെ പോലീസും വലയും. ഒരു പോലീസുകാർ കൺട്രോൾ ചെയ്യാനില്ല. ഞങ്ങൾ ഭയങ്കര ഇതിലാണ് നിൽക്കുന്നത്. എത്ര ആളെ മരിക്കാന്നും കൂടി അറിയില്ല. ആ കണ്ടീഷനിലാണ്. എന്തെങ്കിലും സംഭവിക്കുന്നുള്ള ഉറപ്പ് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് കുട്ടികൾ അതിലുണ്ട്, ഒരുപാട് പേർക്ക് ശ്വാസം ഭയങ്കര പ്രശ്നമാണ്. കുടിക്കാൻ വെള്ളമില്ല, ഒരു പ്രോപ്പർ ക്യൂ മാനേജ്മെന്റ് ഇല്ല, പോലീസ് ഇല്ല. 12 മണി മുതൽ ഇവിടെ നിൽക്കുകയാണ്. ഒരു പോലീസുകാർ ആയിരക്കണക്കിന് ജനങ്ങളാണ്. അവരെ കുട്ടികൾ എത്ര എണ്ണം പോയോക്കോ. ഇതെല്ലാം ഞങ്ങൾ നുണ പറയുന്നതാണോ? അവിടെ കുടിവെള്ള വിതരണം കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതും ശബരിമലയിലെ 18-ാം പടിയിൽ ഓരോ ആളുകൾ കയറിപ്പോകുന്ന സമയം, ആ സമയം പാലിക്കാൻ കഴിയാതെ പോകുന്നത് പുതിയ ആളുകൾ, പരിചയസമ്പത്തില്ലാത്ത ആളുകൾ അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ടുമാണ്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു എന്നുള്ളത് മാധ്യമങ്ങളുടെ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം ഞങ്ങൾ പറയുന്ന സമയത്ത് അത് രാഷ്ട്രീയ ആരോപണമാണെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്? ഇത് ഒരു റിയാലിറ്റി അല്ലേ? കോലാടി, നിനക്കൊന്നും അറിയില്ല. പൊട്ടക്കിണറ്റിലെ വെറും തവളയാണ് നീ വടിച്ചിറക്കുന്ന സോപ്പ് പോലെ തേച്ചു വെക്കാൻ വെട്ടി കീറി വെച്ചിരിക്കുന്ന തുണ്ടുകടലാസിലെ വാർത്തകൾ വായിച്ച വിവരം മാത്രമേ നിനക്കുള്ളൂ. യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം. അയ്യപ്പ സംഗമത്തിന്റെ കാര്യം പറഞ്ഞു. അയ്യപ്പ സംഗമം നടത്താൻ നിങ്ങൾ കാണിച്ചിട്ടുള്ള ആവേശം, അല്ലെ അയ്യപ്പ സംഗമത്തിന് ചെലവാക്കിയിട്ടുള്ള കോടികൾ, അതിന്റെ 100-ലൊന്ന് ഇപ്പുറത്ത് ചെലവാക്കിയിരുന്നെങ്കിൽ ഇതുപോലെ ദുരന്തം നടക്കുമായിരുന്നോ? കുമാർ മനസ്സിലാക്കേണ്ടത് ശബരിമലയ്ക്ക് ചെലവാക്കുന്ന സർക്കാരിന്റെ ഫണ്ട്, അതല്ലെങ്കിൽ ശബരിമലയിലേക്ക് പോകുന്ന റോഡുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ, അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കുന്നതിൽ നമ്മൾ ചെലവാക്കുന്ന പണം എന്ന് പറയുന്നത് അയ്യപ്പ ഭക്തന്മാർക്കുള്ള ഔദാര്യമല്ല, ശബരിമലയോട് നമ്മൾ കാണിക്കുന്ന ഔദാര്യമല്ല, മറിച്ച് ശബരിമലയിലേക്ക് വരുന്ന അന്യ സംസ്ഥാനത്തു നിന്നുള്ള ഭക്തർ നമ്മുടെ എക്കണോമിയിലേക്ക് നൽകുന്ന കോൺട്രിബ്യൂഷൻ അത് വളരെ വലുതാണ്. അവരെ നമ്മൾ വളരെ തീർത്ഥാടകരെ ബഹുമാനിക്കണം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് എൻ്റെ ആർഗ്യുമെന്റ്. അത് ഏത് സർക്കാർ ഭരിക്കുമ്പോഴും അത് ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ അത് ഒരുക്കുന്നതിൽ നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തുന്നതിൽ കാണിച്ചിട്ടുള്ള ഗൗരവം ഇവിടെ കൊടുത്തില്ല. അയ്യപ്പ സംഗമത്തിന് വന്നിട്ടുള്ള VVIP-കളെ, മുതലാളിമാരെ ഈ കുമരകത്തെ റിസോർട്ടിൽ കൊണ്ടുപോയി പാർപ്പിക്കുന്നതിലും അവർക്ക് ഞണ്ടും ചെമ്മീനും കരിമീനും ഒക്കെ വെച്ച് വിളമ്പി കൊടുക്കുന്നതിലും നിങ്ങൾ കാണിച്ചിട്ടുള്ള അവധാനതയും നിങ്ങൾ കാണിച്ചിട്ടുള്ള താല്പര്യവും ഇവിടെ സാധാരണ അയ്യപ്പ ഭക്തർക്ക് ചെയ്തു കൊടുത്തില്ല എന്നുള്ള പരാതിയാണ് ഞാൻ ഉന്നയിച്ചത്. കാശുള്ളവനെ രാജാവിനെ മുഖം കാണിക്കാൻ പറ്റൂ. ഇല്ലാത്ത രീതിയിൽ വന്നിട്ടുള്ളതാണ്. ഇപ്പോ ഇന്ന് ഇതാണ് സ്ഥിതിയെങ്കിൽ മകരവിളക്ക് ഉൾപ്പെടെയുള്ള എത്ര നിർബന്ധിച്ചാലും ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. നിങ്ങളെ ഇതിനിടയ്ക്കിടയ്ക്ക് ഓരോ കുറ്റവും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്ന എന്തിനാന്ന് എനിക്കറിയാം. എന്നെ അങ്ങനെ പേടിപ്പിച്ച് ഇറക്കി വിടാമെന്ന് വിചാരിക്കണ്ട. രണ്ടും ചെമ്മീൻ ഞാനൊന്ന് പറഞ്ഞോട്ടെന്നേ. അതെ, മനസ്സിലുള്ളതൊക്കെ പുറത്തേക്ക് വരും. പറഞ്ഞോളൂ. ഞാൻ പൂർത്തിയാക്കട്ടെ. അങ്ങയുടെ മനസ്സിലുള്ളതാണല്ലോ പുറത്തു വന്നത്. പിണറായി രാജിവെക്കണമെന്ന് അങ്ങയുടെ ആവശ്യം പുറത്തു വന്നു. അതിലെന്താണ് ഇത്ര കുണ്ഠിതപ്പെടുന്നത്? എന്തിനാണ് സങ്കടപ്പെടുന്നത്? പറഞ്ഞിട്ടില്ല. അരുണിന്റെ ആവശ്യമായിരിക്കും. അരുണ് CPM-നകത്തെ റിയാസ് വിരുദ്ധ പക്ഷാണോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷെ അതായിരിക്കാം പുറത്തു വന്നത്. വീട്ടിൽ പോയിക്കോളെ.